പോങ്ങന്റെ അയൽവാസിയായിട്ടുള്ള ഒരു ഭഗവതിയുടെ ഭക്തർ നമ്മുടെ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന ഒരു ബോക്സ് വെച്ചുകൊണ്ട് വലിയ പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും ഭഗവതിക്കും വാസ്തവത്തിൽ അത് കുറച്ചൊക്കെ അലോസരം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഭൗമലോകത്ത് ഭഗവതിയെക്കാളും ഭഗവാനേക്കാളും ഒക്കെ ഭക്തർക്ക് പ്രാധാന്യമുള്ള, കുറച്ചുകൂടി അവകാശമുള്ള, മേൽക്കോയ്മയുള്ള ഒരു കാലമാണ്. അതിൽ തെറ്റില്ല, നല്ലതാണ്, ഞാൻ അത് അംഗീകരിക്കുന്നുണ്ട്. പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ എൻ്റെ ഈ സംസാരത്തിനോടൊപ്പം തന്നെ ആ പ്രാർത്ഥനകൾ കൂടി കടന്നു വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അത് ഏതെങ്കിലും നിലയിൽ നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ക്ഷമിക്കണം, ഭഗവതിയോടും ക്ഷമിക്കണം. ഞങ്ങൾ കുറ്റക്കാരല്ല രണ്ടുപേരും. അപ്പൊ ഇത്രയും പറഞ്ഞതിന്റെ പേരിൽ വ്രണിതരായ ഹൈന്ദവർ പോങ്ങനെ കേൾക്കാതെ പോകരുത്. അങ്ങനെ ഒരു അപേക്ഷയുണ്ട്. എനിക്കിന്ന് സംസാരിക്കാനുള്ളത്, വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വിശപ്പ് ശമിപ്പിക്കാനായി അന്നം തേടുന്ന പന്നികളെ കൃഷി നശിപ്പിക്കാൻ വരുന്നവരായി കണ്ടുകൊണ്ട് വെടികൊടുത്ത് അവരെ കൊല്ലാൻ നമ്മുടെ നാട്ടിലെ കർഷകരെ സർക്കാർ ഇടയ്ക്കിടയ്ക്ക് അനുവദിക്കാറുണ്ടല്ലേ. ചില വ്യവസ്ഥകൾ പാലിച്ചേ പന്നിക്കുള്ള വെടിസമർപ്പണം നടത്താവൂ എന്ന് മാത്രം. സർക്കാർ വ്യവസ്ഥകൾ പാലിക്കാനുള്ള മര്യാദയും സന്മനസ്സും ഉള്ളവർക്ക് പന്നിക്കൊല്ല വളരെ അനുവദനീയമാണ്. രോഗകാരികളാവുന്ന അണുക്കളെ മരുന്ന് കൊടുത്ത് കൊല്ലാൻ ഡോക്ടർമാർക്ക് സദാ അധികാരമുണ്ട് അല്ലെ. അനുവദനീയമായിട്ടുള്ള അളവിൽ ആവശ്യമായ മരുന്ന് കൊടുത്ത് രോഗിയിലെ രോഗാണുക്കളെ നിഷ്കരുണം കൊല്ലാൻ ഡോക്ടർമാർക്ക് അനുമതി തേടേണ്ട ആവശ്യമേയില്ല. പേപിടിച്ച പട്ടിയെ നാട്ടുകാർക്ക് സ്വമേധയെ കലറിഞ്ഞു കൊല്ലാം. അത് പക്ഷെ വളരെ നല്ലൊരു കാര്യമാണെന്ന് പോകരുത് തോന്നുന്നുണ്ട്. കാരണം അധികാരി അനുമതി കൊടുക്കുന്നത് വരെ പേയുമായി പായാതെ തക്ക സമയത്ത് ചാവാൻ പേപ്പട്ടിക്ക് സാധിക്കും എന്ന് പറയുന്ന ഒരു സൗകര്യം അതുകൊണ്ടുണ്ട്. ഇടഞ്ഞുപായുന്ന പോത്തിനെ ഉന്നമിടാനും കാഞ്ചി വലിച്ചു വീഴ്ത്താനും അധികാരികൾ തോക്കുകാർക്ക് അനുമതി നൽകുന്നുണ്ടെന്ന കാര്യം നമുക്കൊക്കെ അറിയാം. കുറഞ്ഞപക്ഷം പോങ്ങനെങ്കിലും അറിയാം. പോങ്ങൻ ദൃക്സാക്ഷിയാണ്. പാലായിൽ വെച്ച് ഇടഞ്ഞ ഒരു പോത്തിനെ, ഇടയല്ല ചെയ്തത്, പോത്തിനെ കൊല്ലാൻ വേണ്ടി കശാപ്പ് ശാലയിൽ കൊണ്ടുവന്ന് നിർത്തി പോത്തിന്റെ നിറുകം തലയിൽ കൂടം കൊണ്ട് അടിച്ചു. അടി തെറ്റിപ്പോയി. പോത്തിന്റെ കൊമ്പിൽ ഒന്ന് കൊണ്ടു കൂടം. പോത്തിന് കാര്യം തിരിഞ്ഞു. പോത്ത് കയറും പൊട്ടിച്ച് കശാപ്പുകാരനെ ചെറുതായിട്ടൊന്ന് പൂളി വിട്ടിട്ട് ഒരു ഓട്ടം അങ്ങോട്ട് ഓടി. പിന്നെ നിന്നിട്ടില്ല. വെടികൊണ്ടല്ലാതെ നാട് മുഴുവൻ ഓടി. അവസാനം ഒരു പാടത്ത് വന്ന് നിന്നു. ചുറ്റും നാട്ടുകാർ കൂടി. തോക്കുകാരൻ കൃത്യമായിട്ട് വെട്ടിക്കൊടുത്ത് പാടത്ത് പോത്തിനെ വീഴിച്ചു. അത് പോങ്ങൻ ദൃക്സാക്ഷിയാണ്. അതിന് അനുമതി കിട്ടിയിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത്, അല്ല എനിക്കറിയാവുന്നത്. അതുപോലെ തന്നെയാണ് എലികളെ കെണിവെച്ച് വെള്ളത്തിൽ മുക്കി അങ്ങനെ അങ്ങോട്ടേക്ക് കൊല്ലാൻ ഒട്ടും അനുവാദമാർക്കും വേണ്ട. കൊതുകുകളെയാണെങ്കിൽ സർക്കാർ അനുമതി കൂടാതെ തന്നെ ആർക്കും വളരെ സുലഭമായി വധിക്കാം. അതുപോലെ തന്നെ ലൈസൻസ് ഉള്ള തോക്കുമായി കാടുകയറുന്ന സേനാംഗത്തിന് ലൈസൻസ് ഇല്ലാത്ത തോക്കും തൂക്കി കാട്ടിൽ മേയുന്ന മാവോയിസ്റ്റുകളെ യഥേഷ്ടം വേട്ടയാടി രസിക്കാം, അല്ലെങ്കിൽ കൊല്ലാം. ന്യായമായും ഇത്തരം കൊലകളൊന്നും ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ അറിയേണ്ട കാര്യമേയില്ല. ഒരൊറ്റ വകുപ്പ് പോലും പാഴാക്കാതെ ഇത്തരം കൊലകളൊക്കെ നമുക്കൊക്കെ നടത്തിക്കൊണ്ടിരിക്കാം. ഇതിൽ നിന്നും വലിയൊരു കാര്യം പോകാൻ മനസ്സിലായി കേട്ടോ. കർഷകന്റെ വിളയ്ക്ക് പന്നിയുടെ വിശപ്പിനേക്കാൾ വില കൽപ്പിക്കപ്പെടുന്നുണ്ട് ഇല്ലേ. അതുപോലെ തന്നെ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഈ രോഗാണുക്കളുടെ കൃത്യനിർവഹണത്തെക്കാൾ പ്രസക്തിയുണ്ട്. അങ്ങനെയാണ് വൈപ്പ്. നാട്ടുകാരുടെ സുരക്ഷയ്ക്ക് പേപ്പട്ടിയുടെ കടിദാനാസക്തിയേക്കാൾ പ്രാധാന്യം നമ്മുടെ അധികാരികൾ നൽകുന്നുണ്ട് ഇല്ലേ. അതുപോലെ തന്നെ സമാധാനപൂർണവും സ്വസ്ഥഭരിതവുമായിട്ടുള്ള ഒരു മനുഷ്യ ജീവിതത്തിന് വിപ്ലവദാഹിയും ആയുധധാരിയുമായിട്ടുള്ള ഒരു മാവോയിസ്റ്റിന്റെ പ്രാണനേക്കാൾ മൂല്യമുണ്ട്. എന്നാൽ ഏതാണ് വൈപ്പ്? സങ്കല്പം അല്ലെങ്കിൽ അനുമാനം. അതുമല്ലെങ്കിൽ അതായിരിക്കാം യാഥാർത്ഥ്യമെന്ന് വിചാരിക്കുന്നു. സാമൂഹ്യ അവസ്ഥ അങ്ങനെയാണ്. മാവോയിസ്റ്റ് എന്ന് കേട്ടാൽ മലയാളികളുടെ മനസ്സിലേക്ക് വരുന്ന നാട് തീർച്ചയായിട്ടും വയനാടാണ് അല്ലേ. വയനാട്ടിൽ മാവോയിസ്റ്റ് സാന്നിധ്യം. വയനാട് പേരിയ വനമേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം. വയനാട് വൈത്തിരിയിൽ മാവോയിസ്റ്റ് മുന്നറിയിപ്പ്. വയനാട് തിരുനെല്ലിയിലെ ആക്രമണം മാവോയിസ്റ്റുകൾ നടത്തിയതാണെന്ന്. വയനാട് വൈത്തിരിയിൽ പോലീസും മാവോയിസ്റ്റുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു. മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന വയനാട്ടിൽ പോലീസും തണ്ടർ ബോൾട്ടും തെരച്ചിൽ ശക്തമാക്കി. തണ്ടർ ബോൾട്ടിന്റെ വേട്ടയാടൽ മൂലം വംശനാശ ഭീഷണി നേരിടുന്ന മാവോയിസ്റ്റുകൾ വയനാടൻ കാടുകളിലൂടെ തോക്കും തൂക്കി നടക്കുന്നുണ്ട് എന്ന് മാധ്യമങ്ങൾ പറഞ്ഞു പോങ്ങനും കേട്ടിട്ടുണ്ട്. എന്തായാലും വയനാടെന്നും മാവോയിസ്റ്റ് എന്നും ഒക്കെ സന്ദർഭവശാൽ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോങ്ങന്റെ നാവ് കാട് കയറിയല്ലോ എന്ന് തോന്നൽ ഇപ്പോൾ തീർച്ചയായിട്ടും ഈ പോങ്ങനുണ്ടായത്. കാടിറക്കി കാര്യത്തിലേക്ക് പോങ്ങൻ നേരെ നാക്ക് തിരിക്കാം. കാടിറക്കിയെങ്കിലും പോകേണ്ട നാവ് വയനാടിനെ വിടുന്നില്ല കേട്ടോ. വയനാടെന്നും മാവോയിസ്റ്റ് എന്നും ഒക്കെ പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് തീർച്ചയായിട്ടും ഒരാൾ കടന്നു വന്നു. അതിന്റെ പിന്നാലെ ഒരു ചിന്തയും. തൽക്കാലം ഈ സംസാരത്തിന്റെ അവസാനം ആ ചിന്ത പങ്കുവയ്ക്കാം. ഇപ്പോൾ പറഞ്ഞാൽ ഒരുപക്ഷെ അതിന്റെ ഗൗരവം പകരാൻ എനിക്ക് കഴിഞ്ഞേക്കില്ല.
അതുകൊണ്ട് ആദ്യം വേറൊരു കാര്യം പറയാം. 2024 ഡിസംബറിന്റെ അവസാനം See, he is a useless. വയനാട്ടിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ട ഒരു സാഹിത്യോത്സവം, ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായിട്ടുള്ള ഗ്രാമീണ സാഹിത്യോത്സവം എന്ന നിലയിൽ അറിയപ്പെട്ട വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, അതിന്റെ കാര്യമാണ് പോങ്ങൻ പറയുന്നത്. അതിൽ അഭിനയ തൊഴിലാളിയും ആ സകലം ആക്ടിവിസ്റ്റും അസൽ ആപത്തുവാദി എന്ന് പോങ്ങനാൽ വിശ്വസിക്കപ്പെടുന്നവനുമായിട്ടുള്ള പ്രകാശ് രാജ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റി പറഞ്ഞത് ഞാനൊന്ന് കേൾപ്പിക്കാം. See, he is a useless, shameless, heartless, visionless man we have as the Prime Minister of this country. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി വിമർശനാതീതനാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ പ്രകാശ് രാജ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകിയിട്ടുള്ള വിശേഷണങ്ങൾ കേൾക്കുമ്പോൾ അദ്ദേഹം നടത്തിയത് വിമർശനമല്ല എന്ന് തലയ്ക്ക് വെളിവിന്റെ ബലമുള്ള ആർക്കും തീർച്ചയായിട്ടും മനസ്സിലാവും. ഏത് പോങ്ങനും അത് മനസ്സിലാവും. പ്രബുദ്ധർക്ക് തീർച്ചയായിട്ടും പിടികിട്ടണമെന്നില്ല. സത്യത്തിൽ അത് സ്വന്തം വിവരക്കേടിന്റെ പ്രകടനം പോലുമല്ല കേട്ടോ നമ്മുടെ പ്രകാശ് രാജ് നടത്തിയത്. സ്വന്തം വിവരക്കേടിന്റെ പ്രകടനം പോലുമല്ല. ശബ്ദ സൗകുമാര്യവും സാമൂഹ്യ മൂല്യവും അതുപോലെ തന്നെ വളരെ സ്വാധീനശേഷിയുമുള്ള ഒരുവന്റെ തീർത്തും വില കുറഞ്ഞ വെറി പ്രകടനവും വിരോധ പ്രസരണവും മാത്രമാണ് നമ്മൾ കേട്ടത്. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വിവരദോഷി ആധികാരികമെന്ന വിധം വേദിയിലിരുന്ന് പറയുന്ന വിവരദോഷത്തിൽ പുളകിതരായിക്കൊണ്ട് സമാന നിലയിൽ ബുദ്ധിമാന്യമുള്ള ശ്രോതാക്കൾ സദസ്സിലിരുന്ന് ആസ്വാദന മൂർച്ചയിൽ കരഘോഷം നടത്തുന്നതും നമ്മൾ കേട്ടില്ലേ? അത് ശ്രദ്ധിക്കണം. ആ കയ്യടി. സാഹിത്യോത്സവം എന്ന പേരുമിട്ട് ഇന്ന് സംസ്ഥാനത്ത് നടത്തപ്പെടുന്ന പരിപാടികളിൽ ഇല്ലാതെ പോകുന്നത് സാഹിത്യം മാത്രമാണ്. അതല്ലെങ്കിൽ ഉള്ളത് സാഹിത്യ ഹത്യ മാത്രമാണ്. അതിനെപ്പറ്റി തൽക്കാലം നമുക്ക് മറക്കാം, അല്ലെങ്കിൽ ഇവിടെ അത് പറയണ്ട. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ചൊന്ന് സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ള വിചാരം പണ്ടേ എനിക്കുണ്ട്. പിന്നീട് ഒരിക്കലാവാം. എന്തായാലും വയനാടൻ സാഹിത്യോത്സവത്തിലും പോങ്ങന് കേൾക്കാനും കാണാനും കഴിഞ്ഞത് സാഹിത്യ ഘോഷമായിരുന്നില്ല. എന്നാൽ എനിക്കതിൽ ഒട്ടും അതിശയം തോന്നിയുമില്ല കേട്ടോ. കാരണം അതിജീവനം, ആവിഷ്കാരം, അതുപോലെ തന്നെ പ്രതിനിധാനം, ഇതായിരുന്നു ആ സാഹിത്യോത്സവത്തിന്റെ മുദ്രാവാക്യമെന്നാണ് ഈ പോങ്ങന്റെ ഓർമ്മ. സാഹിത്യത്തെക്കാൾ രാഷ്ട്രീയ പരിപാടിക്ക് ഇണങ്ങുന്ന ഒരു മുദ്രാവാക്യമല്ലേ അത്? സംഘാടകരാണെങ്കിൽ പ്രത്യേകതരം താല്പര്യങ്ങൾ പേറിക്കൊണ്ടിരിക്കുന്ന ജീർണലിസ്റ്റുകളായിട്ടുള്ള ഒന്നാന്തരം മാപ്രകളും ദേശീയ അന്തർദേശീയ തലത്തിലൊക്കെ വിയർത്തിട്ടുള്ള, അത്യാവശ്യം പേരൊക്കെ സമ്പാദിച്ചിട്ടുള്ള, പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള ഒരു മാപ്രയാണ് അതിൻ്റെ സംഘാടകൻ. അല്ല, അതിൻ്റെ സംഘാടകൻ എന്നല്ല പറയുന്നത്, അതിൻ്റെ അധ്യക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന പദവി അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകാശരാജന്മാർ നാവടിച്ച് കയ്യടി നേടുന്നതിൽ അവിടെ അതിശയത്തിന് ഒട്ടും സ്ഥാനമില്ല. അത് പോങ്ങനറിയാം. 2024 മഹത്തായ വയനാടൻ പ്രകടനത്തിന് ശേഷം ഇതുവരെ പ്രകാശരാജൻ വായ കൊണ്ട് നടത്തിയ സാമൂഹ്യ ഇടപെടലുകളിലേക്ക് അധികാരികളുടെ ചെവി എത്തുന്നുണ്ടോ എന്നാണ് ഈ പോങ്ങന്റെ ചോദ്യം. അതിനുവേണ്ടിയാണ്, ആ ചോദ്യം ചോദിക്കാനാണ് ഇത്രയൊക്കെ പോങ്ങൻ സംസാരിച്ചത്. ചെറിയ ചോദ്യമാണ്, പക്ഷേ അതിന് പോങ്ങനെ പോലുള്ള ഒരു ചോദ്യകർത്താവിൻ്റെ ആശങ്കയ്ക്ക് അറുതി വരുത്തുന്ന ഉത്തരം ലഭ്യമാകുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നാട് കുറച്ച് പ്രയാസപ്പെടുമെന്ന് പറയുന്ന ഒരു വിചാരം പോങ്ങൻ വെച്ച് പുലർത്തുന്നുണ്ട്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നതിൽ ഒട്ടും തന്നെ തെറ്റില്ല. വിമർശിക്കാം, അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വകകൊള്ളിക്കുകയും ചെയ്യാം. എന്നാൽ കേവലം മോദി വിരോധത്തിന്റെ മറവിൽ രാജ്യവിരുദ്ധർക്ക് വീര്യം പകരുന്ന പ്രകാശ് രാജിനെ അധികാരികൾ കാണാതിരിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. എനിക്കത് പറയാൻ മടിയില്ല. പ്രകാശ് രാജന്റെ മതേതരാസക്തിയെയും നമുക്ക് മാനിക്കാം, അയാളുടെ ഹിന്ദു വിരോധത്തെ അവഗണിക്കാം. എന്നാൽ മാനവികവാദി എന്ന അവകാശവാദത്തോടുകൂടി അയാൾ തീവ്ര മതരാജ്യവാദികളായിട്ടുള്ള രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകളെ നാവുകൊണ്ട് പ്രീണിപ്പിക്കുന്നത് കാണാതെ പോകുന്നത് ഒട്ടും ബുദ്ധിയല്ല. ഈ പ്രകാശ് രാജ് എന്ന് പറയുന്ന വ്യക്തി നല്ല ഒന്നാന്തരം നടനാണ്, രാജ്യം അംഗീകരിച്ച ഒരു മികച്ച ആക്ടർ തന്നെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആക്ടറുടെ ജോലിയല്ല ആക്ടിവിസം എങ്കിലും
അയാൾ കുറേ കാലമായി ആക്ടിവിസ്റ്റായി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിനിമയിലല്ല, സമൂഹത്തിന് മുന്നിൽ. ആരുടെ തിരക്കഥയിലാണ് അല്ലെങ്കിൽ ആരുടെ സംവിധാനത്തിന് കീഴിലാണ് പ്രകാശ് രാജിന്റെ ഈ ആക്ടിവിസ്റ്റ് നടനമെന്ന് അധികാരികൾ അന്വേഷിക്കാതെ പോകുന്നത് വലിയ മണ്ടത്തരമാണ്. വിവരശാലി എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു മഠയന് സാമൂഹ്യ മൂല്യവും സ്വാധീനശേഷിയും ഉണ്ടായാൽ അയാളെ ഒരു ആൾ ബോംബായി കാണണം. ആൾ ബോംബ്, അണുബോംബിനേക്കാൾ പ്രഹരശേഷിയുള്ള ആൾ ബോംബ്. ഇതിന്റെയൊക്കെ അർത്ഥം എന്തുവാ? ജനാധിപത്യവാദിയാണെന്ന ഭാവത്തോടുകൂടി ദേശവിരുദ്ധർക്കും തീവ്രമത മൗലികവാദികൾക്കും ഉണർവും മൂർച്ചയും പകരുന്ന ഒന്നാന്തരം പ്രകടനമാണ് പ്രകാശ് രാജ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കാണാതെ പോവരുത്. ಬಹಳ ಡಿಸ್ಟರ್ಬ್ ಆಗಿದ್ದೀರಾ, ನಿಮ್ಗೆ ತುಂಬಾ ಡಿಸ್ಟರ್ಬ್ ಆಗಿದೆಯಾ ಅದು? ഈ ധർമ്മസ്ഥല കേസിന് പിന്നിൽ അയാളുണ്ട് എന്ന് പറയുന്നു അല്ലേ? പാറ്റ പാർട്ടിക്ക് പിന്തുണയുമായി അയാൾ ഇപ്പോൾ പാറ്റകൾക്കൊപ്പവും കൂടിയിട്ടുണ്ട്. Our educated Prime Minister understood that. He has got masters in entire political science. അതായത് ദേശവിരുദ്ധ ശക്തികൾ എവിടെയുണ്ടോ അവർക്ക് ശക്തി പകരുന്ന ശക്തിമാനായി നമ്മുടെ ഈ പ്രകാശ് രാജ് എപ്പോഴും അവർക്കൊപ്പമുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലേ? അധികാരികൾ എന്തുകൊണ്ട് അയാളെ അവഗണിക്കുന്നു എന്നാണ് പോകേണ്ട ചോദ്യം. എന്തുകൊണ്ട് അധികാരികൾ അയാളെ അവഗണിക്കുന്നു? നമ്മുടെ സംവിധാനങ്ങളുടെ ശ്രദ്ധ അയാളിലേക്ക് എന്തുകൊണ്ട് ചെല്ലുന്നില്ല? ഈ പോങ്ങൻ തുടക്കത്തിലെ പറഞ്ഞില്ലേ, ഗുളികയാൽ രോഗാണുക്കളെയും കല്ലേറാൽ പേപ്പട്ടികളെയും വെടിയാൽ പന്നികളെയും അതുപോലെ തന്നെ അടിയാൽ കൊതുകുകളെയും ഒക്കെ കൊല്ലുന്ന കാര്യം പറഞ്ഞില്ലേ? മാവോയിസ്റ്റുകളായിട്ടുള്ള മനുഷ്യരെ വരെ തക്കം കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ തട്ടുന്നുണ്ട് ഇല്ലേ? എല്ലാം നമ്മൾ മനുഷ്യരുടെ സാമൂഹ്യ ജീവിതത്തെ സുരക്ഷിതവും സുഭദ്രവുമാക്കാൻ വേണ്ടി സംവിധാനങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളല്ലേ അല്ലേ? എന്നാൽ കാട്ടുപന്നി, പന്നിയെലി, കൊതുക്, പേപ്പട്ടി, അതുപോലെ കാട്ടിലൂടെ തോക്കും തൂക്കി നടക്കുന്ന മാവോയിസ്റ്റുകൾ, ഇത്തരം ഉപദ്രവങ്ങളെക്കാൾ സമൂഹത്തിന് ഭീഷണി പകരുന്നവർ നമ്മുടെ നാട്ടിലൂടെ നാക്കും തൂക്കി നടക്കുന്ന ആക്ടിവിസ്റ്റുകളല്ലേ അല്ലേ? സ്വന്തം വിശപ്പാറ്റാൻ വരുന്ന പന്നികളുടെ അതിജീവന ശ്രമങ്ങളെ അംഗീകരിച്ചില്ലെങ്കിൽ പോലും പന്നികൾ പകരുന്ന ഉപദ്രവങ്ങളെ നമ്മൾ മനുഷ്യർ മാനിക്കുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ടല്ലേ വെടികൊടുത്ത് എന്നേക്കുമായി അവറ്റകളുടെ വിശപ്പ് തീർത്തു കൊടുക്കാൻ നമ്മൾ അവർക്ക് നേരെ ഉന്നമിടുന്നത്? ശരിയല്ലേ? അവരുടെ അതിജീവന ശ്രമങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നില്ല, പക്ഷേ അവരുടെ അതിജീവന ശ്രമങ്ങൾ നമുക്ക് പകരുന്ന ഉപദ്രവങ്ങളെ നമ്മൾ മാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വെട്ടിക്കൊടുക്കുന്നത്. പന്നികൾക്ക് കൊടുക്കുന്ന അത്രയും പരിഗണന ഇത്തരം ആക്ടിവിസ്റ്റുകൾക്ക് നൽകണമെന്ന് പോകാൻ ഒരിക്കലും പറയില്ല. ഒരിക്കലും പറയില്ല. അവർക്കൊക്കെ വേണ്ടി വില പിടിച്ച ഒരു ഉണ്ടയെങ്കിലും പാഴാക്കിയാൽ അത് നഷ്ടം തന്നെയാണ്. ഒരു ഉണ്ടയുടെ വില പോലും ഇവർക്കാർക്കും ഇല്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഒരു കൊതുകിന് കൊടുക്കുന്ന പരിഗണനയെങ്കിലും വല്ലപ്പോഴും പ്രകാശരാജന്മാരുടെ കവിളുകൾ അർഹിക്കുന്നുണ്ടെന്നാണ് പോകന്റെ ഒരു പക്ഷം ഇല്ലേ? അതിജീവനം തേടുന്ന മിണ്ടാപ്രാണികളുടെ പശിയാറ്റൽ പരിശ്രമങ്ങളെ ഭീഷണിയായി കണ്ട അവറ്റകളെ ചരിത്രമാക്കുന്നവരാണ് നമ്മൾ മനുഷ്യർ. ശരിയല്ലേ? ചുമ്മാ പറയുന്നതല്ലോ പോങ്ങൻ. എന്നാൽ മനുഷ്യ സമൂഹത്തിന്റെ സമാധാന സുന്ദരമായ ജീവിതത്തിന് അള്ളുവെക്കാൻ വേണ്ടി മാത്രം വായ തുറക്കുന്ന ഇത്തരം ആക്ടിവിസ്റ്റ് അപരാധികൾക്ക് വല്ലപ്പോഴും ഒരു കവിളത്തടിയെങ്കിലും കൊടുത്ത് അവരെ അംഗീകരിക്കാൻ നമ്മൾ എന്തിനാണ് മടിക്കുന്നത്? അത് അവരർഹിക്കുന്നില്ല. അത്രയെങ്കിലും അർഹിക്കുന്നില്ലേ? ഒരു കൊതുകിന് കൊടുക്കുന്ന വിലയെങ്കിലും നമ്മൾ അവരുടെ കവിളുകൾക്ക് കൊടുക്കണ്ടേ? അവർക്ക് കൊടുക്കണ്ടേ? കന്നഡ മാധ്യമ പ്രവർത്തകർ കവിളത്ത് കൈപ്പത്തി കയറ്റും മുന്നേ നമ്മുടെ ഈ പ്രകാശരാജൻ വായ പൂട്ടി പാഞ്ഞത് നമ്മളിൽ പലരും കണ്ടു ഇല്ലേ? പ്രകാശരാജന്മാർക്ക് അഭയം തേടാനും ആഘോഷിക്കലുകൾക്ക് ഇരപ്പെടാനും കഴിയുന്ന ഒരേ ഒരു പ്രദേശമായി കേരളം മാറുന്നുണ്ട് എങ്കിൽ അത് വെളിവുള്ള മലയാളികൾക്ക് അപമാനമാണെന്ന് മാത്രമാണ് പോങ്ങന്റെ അഭിപ്രായം. പോങ്ങ സമൂഹത്തിന് എന്തായാലും അത് അപമാനമാണ്. എന്തായാലും അവസാനിപ്പിക്കാനായി ഞാൻ എൻ്റെ ആ ചിന്ത ഒരു ചോദ്യമായി നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഈ സംസാരം തീർച്ചയായിട്ടും അവസാനിപ്പിച്ചോളാം. എനിക്കും മുഷിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതായത് കാട്ടിലൂടെ തോക്കും തൂക്കി നടക്കുന്ന മാവോയിസ്റ്റുകളെക്കാൾ സമൂഹത്തിന് ഭീഷണി പകരുന്നവർ നാട്ടിലൂടെ നാവും തൂക്കി നടക്കുന്ന മാവോ ആക്ടിവിസ്റ്റുകളല്ലേ അല്ലേ? മാവോയിസ്റ്റുകൾ സ്വന്തം ഇസത്തിനായി അവരുടെ ജീവൻ പോലും പണയം വെക്കുമ്പോൾ വെറും സ്വാർത്ഥിസ്റ്റുകളും യഥാർത്ഥ സാമൂഹ്യ ദ്രോഹികളുമായിട്ടുള്ള മാവോ ആക്ടിവിസ്റ്റുകൾ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് സ്വന്തം ജീവിതം ആഘോഷിക്കുകയല്ലേ ചെയ്യുന്നത്?
മാവോയിസ്റ്റുകൾ എത്രയോ ഭേദമാണ് ഈ മാവോ ആക്ടിവിസ്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ. എത്രയോ ഭേദമാണ്. ഒന്നുകിൽ അവരുടെ മനസ്സിൽ ഒരു ഇസമെങ്കിലുമുണ്ട്, സ്വന്തമായ ഒരു ഇസമെങ്കിലുമുണ്ട്, അതിനോട് അവർക്ക് ആത്മാർത്ഥതയുണ്ട്. അതുകൊണ്ടാണ് അവർ തോക്കും തൂക്കി കാട്ടിലൂടെ അലയുന്നത്, അല്ലേ, സ്വന്തം ജീവൻ പണയം വെച്ച്. എന്നാൽ ഈ മാവോ ആക്ടിവിസ്റ്റുകളോ സ്വാർത്ഥിസ്റ്റുകൾ മാത്രം സ്വന്തം ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടി, മെച്ചപ്പെടുത്താൻ വേണ്ടി, സുഖങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി, നേരായ മാർഗത്തിൽ ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത സ്വഭാവത്തിന്റെ മേന്മ കൊണ്ട് സമൂഹം ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളപ്പോൾ വളഞ്ഞ മാർഗത്തിലൂടെ ദേശദ്രോഹികളെ, അതല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട്, അവരുടെ പണം പറ്റിക്കൊണ്ട് മാന്യൻ ചമയുന്നു, മാനവികവാദി ചമയുന്നു, മതേതര ബാധിതരാണെന്ന് നടിച്ചുകൊണ്ട് നടക്കുന്നു മാവോ ആക്ടിവിസ്റ്റുകൾ. അവരല്ലേ ഉപദ്രവകാരികൾ? ഒരടി കൊടുത്ത് കൊതുകിന് നൽകുന്ന പരിഗണനയെങ്കിലും ഇവറ്റകൾക്ക് നമ്മൾ നൽകേണ്ടതല്ലേ? അതാണ് പോകേണ്ട ചോദ്യം. എന്തായാലും പ്രകാശ് രാജിനെ ഒതുക്കത്തിൽ കിട്ടിയാൽ അവന്റെ ചന്തി നോക്കി ഞാൻ ഒരെണ്ണം കൊടുക്കും കേട്ടോ. ചന്തി നോക്കി. ഈ പ്രകാശ് രാജന്റെ വദനഗുദത്തിന്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന കവിളിനേക്കാൾ വൃത്തി അവന്റെ ചന്തിയാകുന്ന ആസനക്കരയ്ക്ക് ഉണ്ടെന്നത് കൊണ്ടാണ് കേട്ടോ അവന്റെ കവിളത്ത് കൈവയ്ക്കില്ല എന്ന് പോകൻ പറഞ്ഞത്. പ്രകാശ് രാജിന് തല്ലു സമർപ്പണം നടത്തേണ്ടവർ ആ പരനാറിയുടെ ചന്തിക്ക് വേണം തല്ലാൻ. വദനഗുദമിരിക്കുന്ന മോന്തയ്ക്ക് തല്ലിയാൽ തല്ലുന്നവന്റെ കൈ നാറും. അത്ര കേട്ടവനാണ് നാറി. അത്രേ പോങ്ങനെ പറയാനുള്ളൂ. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ സ്ത്രീക്ക് മൃഗത്തെ പെറാൻ പറ്റും. രണ്ട് കാലിൽ നടക്കുന്ന അയോഗ്യനായിട്ടുള്ള അലവലാതിയായ ഒരു ഹീന മൃഗത്തെ ഒരു മനുഷ്യ സ്ത്രീക്ക് പെറാൻ സാധിക്കുമെന്നുള്ള ഒരു ബോധ്യമാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകാശരാജനെ പേറ്റ തള്ള സമൂഹത്തിന്റെ മുന്നിൽ, കുറഞ്ഞപക്ഷം പോങ്ങന്റെ എങ്കിലും മുന്നിൽ വയ്ക്കുന്നത്. അത്തരമൊരു ചിന്തയാണ്, അത്തരമൊരു ബോധ്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാറിക്ക് നൽകാൻ പോങ്ങന്റെ കൈവശം എന്തുണ്ട് എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്? ഉണ്ട. അതുകൊണ്ട് അവൻ ആ ഉണ്ട സമർപ്പണം നടത്തിക്കൊണ്ട് ഞാൻ ഈ സംസാരം നടത്തിക്കൊള്ളാം. അതുമാത്രമേ ഇപ്പൊ തൽക്കാലം കയ്യകലത്തിലല്ല അവനുള്ളത് എന്നുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ അവന്റെ ചന്തിക്ക് കൊടുത്തേനെ ഒന്ന്. കവളത്ത് കൊടുക്കില്ല, ചന്തിക്ക് കൊടുത്തേനെ ഒന്ന്. അത്ര അമർഷമുണ്ട് ഇവന്റെ മേൽ. നാവാടാൻ വീണ്ടും ഒന്നുകൂടി പോങ്ങൻ വരുന്നുണ്ട്. ധർമ്മസ്ഥലയെ പ്രത്യേകം എടുത്തുകൊണ്ട് പറയണം എന്നുള്ളത് കൊണ്ട്. ഇത് ഞാൻ പൊതുവെ ഒന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ആ ഉണ്ട സമർപ്പണം നടത്തിക്കൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിച്ചോളാം. അതാണ് അതിന്റെ ഒരു മര്യാദ. നിന്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വരുന്നില്ലല്ലോ. ഞാൻ കരയില്ലമ്മേ. കരഞ്ഞാൽ ദുഃഖം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകും. ദുഃഖം പുറത്തു പോയി കഴിഞ്ഞാൽ ദേഷ്യം ഇല്ലാതായി പോകും. ദേഷ്യം പോവാൻ പാടില്ല. എന്നെങ്കിലും അവൻ എന്റെ കൈ കിട്ടി ഞാൻ ആ നായിന്റെ മോനെ പിച്ചി ചീതി ഞാൻ അവന് അന്നേ ഞാൻ കരയുള്ളൂ. Fly back Bob's nightcap. She like the chat, feel like I might clap. I don't wanna leave now when I vibe slap. Tryna get a nice view when I lie back. IMAX, G. Tryna get a nice view when I lie back. IMAX, I like when a nice one bite back. Nice view in the rave, man, I sit pace. Get wave, take that for the escape.